പ്രിയമുള്ളവരെ, എന്തിനാണ് ഫ്രാൻസിൽ ഒരു അധ്യാപകനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്നത് എന്ന് പലപ്പോഴും പലരും കമന്റ് എഴുതുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ തന്നെ നമുക്കറിയാം, വ്യാഖ്യാന ഫാക്ടറിക്കാർ പലതരത്തിലുള്ള വ്യാഖ്യാനവുമായി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ ഒന്ന് അവർ മുസ്ലിമല്ല എന്നതായിരിക്കും. കാരണം ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ്. ഒരാളെ മുസ്ലിമാക്കാനും അമുസ്ലിമാക്കാനും ഒക്കെയുള്ള അതോറിറ്റിയുടെ കോൺട്രാക്റ്റ് ഇവരങ്ങ് ഏറ്റെടുക്കും. ഒരാൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മുസ്ലിമാക്കാൻ ഇവർ വല്ലാതെ പാടുപെടും. ഒരാൾ എന്തെങ്കിലും തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ആദ്യം ഇവർ ചെയ്യുക, അവനൊരു യഥാർത്ഥ വിശ്വാസിയല്ല, അവനൊരു യഥാർത്ഥ മുസ്ലിം അല്ല. കാരണം മുസ്ലിം ആയിക്കൊണ്ട് അവൻ ഒരാളെ പീഡിപ്പിക്കാൻ കഴിയില്ല, കൊള്ളയടിക്കാൻ കഴിയില്ല, മോഷ്ടിക്കാൻ കഴിയില്ല, കൊല്ലാൻ കഴിയില്ല എന്നൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയത്തെ എതിർക്കാനുള്ള കാരണമാണ് പ്രധാനമായിട്ടും ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഖുർആനിൽ അനേകം വാചകങ്ങളുണ്ട് അന്യമത വിരോധം പ്രചരിപ്പിക്കുന്ന, കൽപ്പിക്കുന്ന, നിർദ്ദേശിക്കുന്ന, സമാധാനത്തിന്റെ മതം എന്നറിയപ്പെടുന്ന ഇസ്ലാം മതത്തിന്റെ ഉപജ്ഞാതാവായ അള്ളാഹു ഖുർആനിൽ പലപ്പോഴും അന്യന്റെ കഴുത്ത് വെട്ടിയിട്ട് വന്നാൽ പാരിതോഷികവുമായി പൂമാലയിട്ട് സ്വീകരിക്കാൻ പെണ്ണും കള്ളും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു പടച്ച റബ്ബിനെ നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത്. അള്ളാഹു നേരിട്ട് ആകാശത്തുനിന്ന് തെരഞ്ഞെടുത്ത് മാലാഖ വഴി ഇറക്കിയ ദൈവിക സന്ദേശങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങൾ കടന്നുകൂടിയത്? അവിടെയാണ് ഇതിന്റെ ദൈവികത പുനഃപരിശോധിക്കേണ്ടി വരുന്നതും ഈ ദൈവത്തിന്റെ മനസ്സും മുസ്ലിമീങ്ങളോട് മാത്രമുള്ള പക്ഷപാതിത്വവും പുനഃവിചാരണ ചെയ്യപ്പെടേണ്ടതും ആ സാഹചര്യത്തിലാണ്. ഒരു മനുഷ്യൻ അവന്റെ സഹജീവിയെ കൊന്നു, അധ്യാപകൻ എന്നുള്ളത് മാറി നിൽക്കട്ടെ, കൊന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനിൽ ഉടലെടുക്കുന്ന ഒരു വികാരമുണ്ട്. അവന്റെ ജീവിക്കാനുള്ള അവകാശത്തെ തട്ടിയെടുത്തതിന്റെ, അവന്റെ അത്താണിയായി കഴിഞ്ഞിരുന്ന മാതാപിതാക്കളോ മക്കളോ സഹോദരങ്ങളോ ഭാര്യയോ ഒക്കെ അന്യാധീനപ്പെട്ടു പോയതിന്റെ എല്ലാത്തിൻ്റെയും ഒരു ഗിൽറ്റി കോൺഷ്യസ് ആണ് ഒരു മനുഷ്യനിൽ ഉടലെടുക്കേണ്ടത്. എന്നാൽ ഇവിടെ ഉടലെടുത്തത് ചാരിതാർത്ഥ്യമാണ്. അതായത് തന്നെ അള്ളാഹു സൃഷ്ടിച്ചു വിട്ടതിന്റെ ലക്ഷ്യം ഏതാണ്ട് താൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് സഹജീവിയുടെ കഴുത്തു മുറിച്ചെടുത്ത് ആ ഇറ്റി വീഴുന്ന ചോരത്തുള്ളികളിലൂടെ ഒരു സെൽഫി എടുക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും. കാരണം അവനൊരു സമാധാന മതത്തിന്റെ വക്താവാകുമ്പോൾ ഇരട്ടിയായി നാം അത് പഠിക്കേണ്ടിയിരിക്കുന്നു. അവനെ അത് ചെയ്യിപ്പിച്ചതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ് അവനെ പ്രേരിപ്പിച്ച ഘടകം? അതായത് അള്ളാഹു തന്നെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ ധിക്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഖുർആനിൽ പല വാചകങ്ങളും ഉള്ളത്. അപ്പോൾ അള്ളാഹുവും അവന്റെ റസൂലും എന്ത് കാര്യമാണോ പറഞ്ഞത് അതങ്ങനെ തന്നെ നടപ്പിലാക്കണം, അതങ്ങനെ തന്നെ അംഗീകരിക്കണം. അതല്ലാത്തവൻ ജീവിക്കാനോ ജീവിതത്തിനോ സമാധാനത്തിനോ സന്തോഷത്തിനോ അർഹനല്ല എന്ന് വാനലോക സൃഷ്ടാവ് പ്രഖ്യാപിക്കുന്നിടത്താണ് പ്രതിഷേധങ്ങളുള്ളത്. ഇതെന്തു മതമാണപ്പ? അപ്പോൾ മനുഷ്യൻ തന്നെ വാളെടുത്തു വകവരുത്തുന്നതിനേക്കാൾ, കത്തിയെടുത്തു കുത്തിക്കൊല്ലുന്നതിനേക്കാൾ, മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് തല ഛേദിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാകാൻ അനായാസം സാധിക്കുന്ന ഒരു രക്ഷിതാവിന് കുൻ എന്നങ്ങ് ഉണ്ടാക്കിയാ പോരായിരുന്നോ? എന്തേ ചോദിക്കില്ലേ സ്വാഭാവികമായിട്ട്? ജോസഫ് മാഷിന്റെ കൈ കൊച്ചു കേരളക്കരയിൽ വെട്ടിയപ്പോൾ എത്ര പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്, നമ്മളത് മനസ്സിലാക്കണം. കാരണം സ്വന്തം പാർട്ടി പോലും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനായിരുന്നു അന്ന് മത്സരിച്ചിരുന്നത് ജോസഫ് മാഷിന്റെ.
സഭ പോലും അദ്ദേഹത്തെ കൈവിട്ടു. സ്വന്തം ഭാര്യ പെൻഷനുമില്ല, ഇദ്ദേഹത്തിന്റെ ജീവനും അപകടത്തിൽ. ആത്മഹത്യ ചെയ്തു സലോമി. ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇവർ ഛേദിച്ചു കളഞ്ഞപ്പോൾ എന്തേ നവോത്ഥാന നായകരൊക്കെ ഉറങ്ങുമായിരുന്നോ? അവരൊക്കെ നാവിനും തൂലികയ്ക്കും വ്രതമനുഷ്ഠിച്ച് കാത്തിരിക്കുകയായിരുന്നോ? ഇനിയും ഇവിടെ ആവർത്തിക്കേണ്ടത് ഫ്രാൻസ് ആണ്. കാരണം ഫ്രാൻസിൽ ഒരു അധ്യാപകന്റെ തലയറുത്തപ്പോൾ ഫ്രാൻസുകാർ ഒറ്റക്കെട്ടായി നിന്നു. എന്തേ, മനുഷ്യന് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ഒരു കാർട്ടൂൺ മാസികയിൽ പ്രസിദ്ധീകരിച്ച എന്താണ് അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത സന്ദർഭത്തിലാണ് അധ്യാപകൻ അത് പറഞ്ഞത്. അത് പറഞ്ഞ ഉടനെ തന്നെ വൈകാരികത കൊണ്ട് നിയന്ത്രിച്ച അദ്ദേഹത്തെ വിമർശിക്കാൻ ഈ കേരളക്കരയിൽ എത്ര മാമാക്കാർ മുന്നോട്ട് വന്നു. അതാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് മാധ്യമങ്ങളുണ്ട്, എന്തിനും വ്യാഖ്യാനങ്ങളുമായിട്ട് മാമാ ഫാക്ടറിക്കാരുണ്ട്. എന്തേ പുറത്തു വന്നില്ല? ഇദ്ദേഹത്തെ വ്യാഖ്യാനിക്കാൻ, ഇദ്ദേഹത്തെ വെളുപ്പിക്കാനാണ് മുന്നോട്ട് വന്നത്. അതിനായിരുന്നില്ല. അതിന് നമ്മളൊരു കഥയൊക്കെ വായിക്കുകയുണ്ടായല്ലോ. ഇതിന് ലളിതമായ വ്യാഖ്യാനം വരിക ഇങ്ങനെയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അതിലുള്ള ഈ അധ്യാപകൻ പ്രകോപിതനായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുകളിലത്തെ ഫാൻ ലീഫ് പൊട്ടി അയാളുടെ കഴുത്തിൽ വീണു, കഴുത്തു മുറിഞ്ഞു. ഈ അധ്യാപകനാണെങ്കിലോ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത്. ഇപ്പൊ ഐൻസ്റ്റീനെ തന്നെ നമ്മൾ അറ്റമുറിച്ച് ഇസ്ലാമാക്കിയ എത്ര ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ നാസയിലാണെങ്കിൽ കുറെ അധികം സയന്റിസ്റ്റുകൾ തന്നെയുണ്ട്. മുസ്ലിങ്ങൾ സയന്റിസ്റ്റുകൾ അവരാണ് ഡംബോഡിയം കൊയോക്സ് എന്ന് പറഞ്ഞ് ഈച്ചയിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകമൊക്കെ കണ്ടെത്തിയ ഉക്രൈൻ എന്ന ശാസ്ത്രജ്ഞനെയൊക്കെ കണ്ടെത്തിയില്ലേ. അങ്ങനെ എല്ലാ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കും മുസ്ലിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇദ്ദേഹത്തെ അമുസ്ലിമാക്കാനും ഇദ്ദേഹം യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പറയാനും ഇവിടെ നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ധാരാളം ആൾക്കാരുണ്ടായി. അപ്പൊ ഖുർആനിലെ ഇത്തരം വിദ്വേഷ വാചകങ്ങളല്ലേ ഇദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്? അമുസ്ലിമീങ്ങൾ മാലിന്യമാണ് എന്ന് പറയുന്ന ഖുർആൻ വാചകമില്ലേ? അമുസ്ലിമീങ്ങളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി കാണാൻ പാടില്ല എന്ന് പറയുന്ന ഖുർആൻ വാചകങ്ങളില്ലേ? ഈ വാചകമല്ലേ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യപ്പെടേണ്ടത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് നൂല് വഴിക്ക് അള്ളാഹു ഇറക്കി തന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ പാടില്ല എന്ന് പറയുന്നിടത്ത ചേതോ വികാരം എന്താണ്? നമുക്ക് 1-2 പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ അലി മാഷ്. അദ്ദേഹം കാലങ്ങളായി ഏതാണ്ട് 45ഓളം വർഷങ്ങളായി യുക്തിവാദ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് ഈ കേരളത്തിൽ ആദ്യമായി ഒരു അനന്തരാവകാശത്തെ സംബന്ധിച്ച്, ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതിയ മനുഷ്യൻ അദ്ദേഹമാണ്. ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്ന പുസ്തകം, അതായത് ഇസ്ലാമില് ആണിനും പെണ്ണിനും തുല്യ പങ്കാളിത്തമല്ല ഉള്ളത്, തുല്യ അനന്തരാവകാശമല്ല ഉള്ളത്. പെണ്ണ് ഏതു നിലയിൽ വന്നാലും വിവേചനം കൽപ്പിക്കപ്പെടുന്ന ഒരു മതമാണ് നമ്മുടേത്. ആദ്യമായി ഇതിനെക്കുറിച്ച് 1960കളിൽ ചേകനൂർ മൗലവി സംസാരിച്ചിരുന്നു. അതൊരു പുസ്തക രൂപത്തിലാക്കി ഇസ്ലാമിന്റെ കണക്കുകളൊന്നും ശരിയല്ല എന്ന് സ്ഥാപിക്കുകയും ഏത് രൂപത്തിലാണ് ആ കണക്കുകൾ വേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കമന്റായി അദ്ദേഹത്തിന്റെ നമ്പർ പോസ്റ്റ് ചെയ്യും. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ പുസ്തകം വാങ്ങണം, വായിക്കണം, മനസ്സിലാക്കണം. ഒന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അബ്ദുൽ അലി മാഷിന്റെ പിതാവ് തന്നെ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കാപ്പാട് അദ്ദേഹത്തിന്റെ അബ്ദുൽ അലി മാഷിന്റെ പിതാവിന്റെ വാർഷികം, അതായത് മരിച്ചുപോയ വർഷമുണ്ടല്ലോ, ആ ദിവസത്തിന് ആണ്ട് കഴിക്കുക എന്നാണ് പറയുന്നത്. ഇദ്ദേഹം എന്തോ വലിയ ഒരു പുരോഹിതനാണ്, എന്തൊക്കെയോ അമാനുഷിക സിദ്ധികൾ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞ് ഇന്നും കാപ്പാടുകാർ ഇദ്ദേഹത്തിന്റെ പേരിൽ ആണ്ട് കഴിക്കാറുണ്ട്. ആ മേഖലയിൽ നിന്ന്, ആ ചോരയിൽ നിന്ന് ഉടലെടുത്ത വ്യക്തിയാണ് അബ്ദുൽ അലി മാഷ്. കാപ്പാട് പോലെയുള്ള ഒരു മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുക്തിവാദിക്ക് 10-40 വർഷം പിടിച്ചു നിൽക്കണമെങ്കിൽ അപാരമായ ഗഡ്സ് അനിവാര്യമാണ്. അവിടെ നിന്ന് യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നേതൃത്വ മുൻനിരയിൽ വരികയും കേരള യുക്തിവാദി സംഘത്തിലാണ് മാഷ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. മുമ്പൊരിക്കല് പണ്ട് കാപ്പാട് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു യുക്തിവാദികളുടെ. അപ്പോൾ കാപ്പാടുകാർ മുഴുവനും കടയടച്ച് പ്രതിഷേധം, അബ്ദുൽ അലി മാഷയുടെ പ്രസംഗിക്കാൻ പാടില്ല എന്ന്. എന്നിട്ടും അവിടെ വീറോടെ നിന്ന് പൊരുതി
പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. കാപ്പാട് പോലെ ഒരു മണ്ണിൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ച ഒരു വ്യക്തി കൂടിയാണ് അബ്ദുൽ അലി മാഷ്. അദ്ദേഹത്തിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഫ്രാൻസ് വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ ഫ്രാൻസിൻ്റെ സംഭവം വളരെ വേദനാജനകമായൊരു സംഭവമാണ്. തീരെ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഓരോന്ന് നടക്കുമ്പോഴും അവർക്കറിയാം ഇതൊക്കെ നടത്തേണ്ടത് തന്നെയാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. പക്ഷേ പുറത്തേക്ക് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല ഒരു ചിത്രം വരച്ചു കാണിക്കും. അവർ ഈ വ്യക്തികൾ മാത്രമാണ് ഉത്തരവാദിയെന്ന്. യഥാർത്ഥത്തിൽ ഈ വ്യക്തികളല്ല, ഇവരെ ഈ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു ഇത്തരം പ്രവൃത്തികളിലേക്ക് വരെ നയിക്കുന്ന ഒരു ആദർശം, ഒരു ഖുർആൻ, ഹദീസ് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമിർതു അൻ നുഖാതിലന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരു പ്രധാനപ്പെട്ട ഹദീസാണത്. അതായത് എല്ലാ ആളുകളും അള്ളാഹു മാത്രമാണ് ദൈവമെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സമ്മതിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യൽ എനിക്ക് നിർബന്ധമാണ്, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ ഹദീസിലുള്ളത്. അതിനനുസരിച്ചാണ് ഇന്ന് മുസ്ലിം ലോകത്ത് ഈ ചിന്താഗതി വളർന്നു വന്നിട്ടുള്ളത്. ലോകം മുഴുവനും ഇസ്ലാം വൽക്കരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പ്രവാചകനെ ബഹുമാനിച്ചില്ല, അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുക സ്വാഭാവികമാണ്. പിന്നെ കഴിഞ്ഞ 2015 ഈ ഷാർലി എബ്ദോ എന്ന് പറഞ്ഞ ഈ വാരികയിൽ മുഹമ്മദ് നബിയുടെ കുറേ കാർട്ടൂൺ ചിത്രങ്ങൾ വന്നിരുന്നു. അതിൻ്റെ പേരിൽ ആ പത്രാഫീസിൽ കയറിയിട്ട് 12 പേരെ, അവിടുത്തെ ജോലിക്കാരായ മുഴുവൻ ആളുകളെയും 12 പേരെ വെടിവെച്ച് കൊന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ സംഭവത്തിൻ്റെ കേസ് വിചാരണയ്ക്ക് വന്നിരിക്കുകയാണ്. കേസ് വിചാരണ വന്ന സാഹചര്യത്തിൽ പിന്നെ അവിടുത്തെ സർക്കാരും മറ്റൊക്കെ ഞങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ ഈ കാർട്ടൂൺ വീണ്ടും പ്രസിദ്ധീകരിച്ചിരുന്നു. സർക്കാരിൻ്റെയും മറ്റും പിന്തുണയിൽ ഈ കാർട്ടൂൺ ഇവർ വീണ്ടും പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഈ ഒക്ടോബർ മാസത്തിൽ ആദ്യത്തിലാണ്, 2-ാം തീയതിയോ മറ്റോ ആണ് സംഭവം. അപ്പോൾ അവിടെ പൊതുവേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അതൊരു മൗലിക അവകാശമാണ് എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഈ അധ്യാപകൻ ഈ ക്ലാസ്സിൽ ഈ വിഷയം ചർച്ചയാക്കിയത്. അപ്പോൾ അതൃപ്തരായ കുട്ടികൾ, അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോവാം എന്നൊരു അനുവാദവും കൊടുത്തു. അതായത് ഈ അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ പറയുന്നതാണെന്ന് പറഞ്ഞാൽ അവരെ ബലമായി പിടിച്ച് ഇരുത്തി നബിക്കെതിരായിട്ടുള്ള കാർട്ടൂൺ കാണിച്ചു എന്നാണ്. അപ്പോൾ ആ ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു അധ്യാപകൻ സ്വാതന്ത്ര്യം കൊടുത്തു. അല്ലെങ്കിലും അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. ആവശ്യമുള്ളവർ ഇത് ചെയ്യട്ടെ, കാണട്ടെ, അല്ലാത്തവർക്ക് അത് വേണ്ട എന്നുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവുമാണ് അവരൊക്കെ അംഗീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച 16-ാം തീയതി 16/10/20 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് വൈകിട്ട് 5 മണിക്കാണ് ഇദ്ദേഹത്തെ ഇവർ വധിച്ചത്. അത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും 18 വയസ്സുള്ള ഒരാളാണ് ഇതിന് നേതൃത്വം നൽകിയത്, ഈ കൊലപാതകം നടത്തിയത്. എന്നിട്ട് പോലീസ് വന്നിട്ട് ഇയാളോട് കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ കീഴടങ്ങിയില്ല എന്ന് മാത്രമല്ല, തോക്കെടുത്ത് പോലീസിനെ വെടിവെക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ ഗത്യന്തരമില്ലാതെ പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അബ്ദുള്ള എന്നാണ് ഈ കക്ഷിയുടെ പേര്. ഇതിലുള്ള രസം, ഒരു ചിന്തനീയമായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റഷ്യയിൽ നിന്ന് ഇവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അനാവശ്യമായ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെച്നിയ പ്രദേശത്തു നിന്ന്
അവർ അഭയാർത്ഥികളായിട്ട് വന്നതാണ് ഫ്രാൻസിൽ. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവും ഒക്കെ അതിരുകവിഞ്ഞുള്ളത് കൊണ്ട് എല്ലാ ശത്രുക്കളെയും വിളിച്ച് അകത്ത് കയറ്റുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. അതിൻ്റെ ഒരു ഫലമാണിത്. ഞാൻ ഏതുപോലെ അറബി കഥയിൽ വായിച്ചിട്ടുണ്ട്. ഒരറബി ഒരു ചെന്നായക്കുട്ടിയെ കൊണ്ടുപോയി വളർത്തിയെന്ന്. ഒരു ചെന്നായക്കുട്ടി ഇങ്ങനെ ചെറുപ്പത്തിൽ ചെറിയ ചെന്നായക്കുട്ടിയെ കണ്ടപ്പോൾ ഇയാൾക്കൊരു കൗതുകം തോന്നി. ഇതിനെ എടുത്തു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെങ്ങനെ പോറ്റി. അതായത് ഈ ചെച്ചനിയിൽ നിന്ന് വന്ന ഇവരെ മുസ്ലിമീങ്ങളെ ഈ ഫ്രാൻസ് പോറ്റുന്ന മാതിരി പോറ്റിയിട്ട് ഈ ചെന്നായക്കുട്ടി എന്താ ചെയ്തെന്നറിയോ? ഇവൻ്റെ തന്നെ ഈ അറബിയുടെ തന്നെ ആട്ടിനെ കടിച്ചു കൊന്നറിഞ്ഞു ലേശം വലുതായപ്പോൾ. അപ്പോഴാണ് അറബി പറയുന്നത്, ഖത്തൽത ശുവൈഹതി വഫജഅത ഖൗമി വഅന്തലിശാതിനായിബിൻ റബീബു വരീത ബിദർരിഹാ വഗദർത ഫീഹാ ഫമൻ അംബാക അന്നബാക ദീബു. ഖത്തൽത ശുവൈഹതി, എൻ്റെ ആട്ടിൻകുട്ടിയെ നീ കൊന്നല്ലോ. ഫജഅത ഖൗമി, എൻ്റെ ആളുകളെ നീ വേദനിപ്പിച്ചല്ലോ. വഅന്തലിശാതിന ഇബ്നുൻ റബീബു, നീ നമ്മളെ ആട്ടിന് ഒരു പോറ്റുമകനായിരുന്നല്ലോ. എന്നിട്ട് നീ ഇങ്ങനെയല്ലേ ചെയ്തത്? നിങ്ങളവിടുന്ന് ഒരഭയം കൊടുത്തിട്ട് ഫ്രാൻസിൽ അഭയം കൊടുത്തപ്പോഴേ ആ ഫ്രാൻസുകാരോട് ഇവർ ചെയ്തതിന് നല്ല ചേർച്ചുണ്ട് ഈ പദ്യം. എന്നിട്ട് പറയാണ്, ഇദാ കാനത് തിബാഉ തിബാഅ സൂഇ ഫലാ അദബുൻ യുഫീദു വലാ അദീബു. ഇദാ കാനത് തിബാഉ തിബാഅ സൂഇ, ചീത്ത പ്രകൃതം ജന്മന കിട്ടിപ്പോയാൽ ഫലാ അദബുൻ യുഫീദു വലാ അദീബു, ഒരു സാഹിത്യകാരനും ഒരു സാഹിത്യവും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. എന്നിട്ട് അറബി ചോദിക്കുന്നുണ്ട്, ഇബ്നുൻ റബീബു ഉദീത ബിദർരിഹാ വഗദർത ഫീഹാ വമൻ അംബാക അന്നബാക ബിബു ഉദീത ബിദർരിഹാ വഗദർത ഫീഹാ വമൻ അംബാക അന്നബാക ബിബു. അതിൻ്റെ പാലിലാണ് നീ വളർന്നത്. ഉദീത ബിദർരിഹ, ഈ ആട്ടിൻ്റെ പാലാണ് നിനക്ക് ഭക്ഷണമായി തന്നത്. ഖദർത ഫീഹ, അതിൽ നീ ചതിച്ചല്ലോ. വമൻ അംബാക അന്നബാക ദീബു, നിന്റെ തന്ത ഒരു ചെന്നായാണെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് ചെന്നായോട് ചോദിക്കുകയാണ്. അപ്പം ചെന്നായ ലേശം ഒന്ന് വലുതായപ്പോൾ അത് കടിച്ചു ആട്ടിൻകുട്ടനെ. അപ്പോൾ അത് പറയാണ്, പിന്നെ പ്രകൃത്യാ തന്നെ മോശമായിട്ടുള്ള ഇത് വളർന്നു പോയി കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ചെന്നായൻ്റെ സഹജ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം ഒരു നിലക്കും മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അറബി വിലപിക്കുകയാണ് ഈ പദ്യത്തിൽ. അതുപോലെയാണ് ഹുല്ലു മൗലൂദി യൂലദ് വലൽ ഫിത്രത്തി എന്ന് പറയുന്നല്ലോ. എല്ലാ മുസ്ലിമും ജനിക്കുന്നത്, എല്ലാ മനുഷ്യനും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, എല്ലാ മനുഷ്യനും മുസ്ലിമായിട്ടല്ല ജനിക്കുന്നത്. പക്ഷേ ചെറുപ്പത്തിലെ ഈ മതബോധം തലയിൽ അടിച്ചേൽപ്പിച്ചാൽ ജനിച്ച് വീഴുമ്പം തന്നെ ബാങ്കും ഇഖാമത്തും, അതിനുശേഷം പിന്നെ ഓരോ ചടങ്ങുകൾ, ഒരു 7-ാം ദിവസം മാർക്ക കല്യാണം, പിന്നെ 40-ാം ദിവസം വേറെ ഒന്ന്, 6 വയസ്സാവുന്നു 5 വയസ്സാവുന്നു നോക്കി ഒരു മദ്രസയിൽ ചേർക്കൽ, ഇങ്ങനെ ഓരോ രീതികളിലൂടെ ഇവരിൽ ഇങ്ങനെ ഇത് അരച്ച് ഇടിച്ച് കലക്കി കൊടുക്കല്ലേ. അപ്പം അത് ആ കുട്ടിൻ്റെ തലയിൽ കയറിപ്പോയി. അപ്പം പിന്നെ വേറെ ഒരു നല്ല പുരോഗമനപരമായ ആശയങ്ങൾ, ജനാധിപത്യപരമായ ആശയങ്ങളൊന്നും ഇവരെ മനസ്സിൽ പോകില്ല. പിന്നെ ഖുർആനിലെ വചനങ്ങളാണെങ്കിൽ ഇത് മുഴുവനും ഇങ്ങനെ തന്നെയല്ലേ. ഖുർആനിലെ വചനം വിചാരിച്ചിട്ടല്ലേ നമ്മുടെ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈ വെട്ടിയത്. ഞാനും ഇത്രത്തോളം ഇവർ ഖുർആനിൻ്റെ പിന്നാലെ പോകുന്നു അന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ ഇതെന്താണ് കൈയും കാലും വെട്ടിയതെന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം കൈയും കാലും വെട്ടുന്നത് ഇന്നമാജദാവുല്ല ദീനയു ഹാരിബൂലല്ലാഹ എന്നുള്ള ആയത്തുണ്ടല്ലോ ഖുർആനിലെ, ആ ആയത്ത് വെച്ചിട്ടാണ് ഇവർ ചെയ്തത്. ഇന്നമാജദാവുല്ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു എന്നുള്ള ആയത്തുണ്ടല്ലോ, ആ ആയത്താണ് ഇവർക്ക് പ്രചോദനമായത്. അതുപ്രകാരമാണ് ഈ കൈവെട്ടിയെന്ന് ഈ പത്രത്തിൽ വന്നപ്പോഴാണ് എൻ്റെ പോലും ശ്രദ്ധ അങ്ങോട്ട് പോയത്. കാരണം നമ്മളൊക്കെ ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഇവർ ക്രൂരമായ നിലപാട് സ്വീകരിക്കുമോ? മനുഷ്യന്മാരല്ലേ, ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്തല്ലേ എന്നുള്ളതാണ്. إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا ويسلبوا وتقطع أيديهم وأرجلهم من خلاف أو ينفوا في الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب أليم എന്ന്
5-ാം അധ്യായത്തിലെ 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതെന്നാണ് അർജുലഹും മിൻ ഖിലാഫിൻ ഓ തുഖത്ത ഐദീഹിം അർജുലഹും മിൻ ഖിലാഫിൻ, അവരുടെ കൈയും കാലും എതിർദിശയിൽ നിന്ന് മുറിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എതിർദിശയിൽ നിന്ന് മുറിക്കുകയാണ്. പിന്നെ നമ്മളെ പാവപ്പെട്ട ഫാറൂഖിനെ 2017 മാർച്ചിലാണ് അവിടെ വിളിച്ചു വരുത്തിയിട്ട് കൊന്നത്. യുക്തിവാദി എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഉക്കടയിൽ രാത്രി വീട്ടിൽ നിന്ന് 11 മണിക്ക് പെട്രോൾ തീർന്നു പോയി, സ്കൂട്ടറിന് കുറച്ച് പെട്രോൾ വേണമെന്ന് പറഞ്ഞ് ഏറ്റവും അടുത്ത സുഹൃത്താണ് അയാളെ വെട്ടിക്കൊന്നത്. ഈ ചകനൂർ മൗലവിൻ്റെ കഥ നമ്മുടെ കേരളത്തിൽ എന്നും എല്ലാ ആളുകൾക്കും ചിന്തിക്കാൻ വക നൽകുന്നൊരു സംഭവമാണ്. രാത്രി വീട്ടിൽ നിന്ന് ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോയി ചതിച്ചു കൊന്നതാണ്. ഇതൊക്കെ ഈ വ്യക്തികളും ഇവരുമായിട്ട് യാതൊരു പ്രശ്നത്തിലും വ്യക്തിപരമായി ഒരു ആലോചനവും ഇല്ല. മറ്റൊരു പ്രശ്നത്തിലും ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലതാണ്. മറ്റൊരു കാര്യത്തിലും ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവർ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുന്നുണ്ട്, അള്ളാഹുവിനെതിരായിട്ട് അല്ലെങ്കിൽ ഖുർആനെതിരായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ള തെറ്റ് മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ നടത്തിപ്പ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ മതപരമായ വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്ന ഈ വചനങ്ങളുണ്ടല്ലോ, മതപരമായ പരിഷ്കരണപരമായ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് ശരിയാക്കുന്നുണ്ട് കുറേ വാചകങ്ങൾ. ശരിയാക്കൽ അത് പറഞ്ഞത് അത് ഉപരിതലത്തിൽ മാത്രമാണ്. അത് ശരിയാക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് യഥാർത്ഥത്തിൽ അതല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നിൽക്കുന്നത് മതത്തിൻ്റെയും അതിൻ്റെ പ്രമാണങ്ങളുടെയും വിശ്വാസത്തിലാണ്. ആ പ്രമാണങ്ങൾക്ക് പേറി നടക്കുന്ന കാലത്തോളം, ആ വിശ്വാസം കൊണ്ട് നടക്കുന്ന കാലത്തോളം ഇതൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. ലോകത്തൊട്ടാകെ 1,41,000 ആളുകളെ 16 വർഷം കൊണ്ട് ഈ മുസ്ലിം തീവ്രവാദികൾ കൊന്നിട്ടുണ്ടെന്നാണ് അതിൽ അധികൃതമായി വന്നിട്ടുള്ള കണക്ക്. 1,41,000 പേരെ 16 കൊല്ലം കൊണ്ട്. പിന്നെ ഈ സാഹിത്യപരമായിട്ടും അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലുള്ള കൊലപാതകം മുമ്പേ നടന്നതാണ്. സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുമ്പ് തന്നെ സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലത്ത് സ്വാമി ശ്രദ്ധാനന്ദൻ എന്ന ആള് സംഗീല റസൂൽ എന്ന് പറഞ്ഞ് ഇതിനെ വിമർശിക്കുന്ന ഒരു കൃതി ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞാണ് ഇസ്ലാം തൽവാർ കി മദ്ഹബ് ഹേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഗാന്ധിജിയുടെ ഒക്കെ ഒരു പരിചയക്കാരനായിരുന്നു ഈ സ്വാമി ശ്രദ്ധാനന്ദൻ. ഒരു പരിഷ്കർത്താവാണ് അയാൾ. മുസ്ലിം ഹിന്ദുക്കളിൽ ഒരു പുരോഗമന വിഭാഗത്തിൻ്റെ ആളാണ്. ദയാനന്ദ സരസ്വതിൻ്റെ ഒരു സ്വന്തക്കാരനോ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനോ ആണ് ഈ ശ്രദ്ധാനന്ദൻ. അദ്ദേഹത്തെ ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ അയാൾ സത്യാർത്ഥ പ്രകാശം എഴുതിയിട്ടുള്ള ആളാണ്. അതിലും മുസ്ലിംകളെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും സ്വാമി ശ്രദ്ധാനന്ദനെ കൊന്നിട്ട് അന്ന് തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേ തരത്തിൽ നബിയെ വിമർശിച്ചു എന്നും പറഞ്ഞ് 3-4 പേരാ സ്വാതന്ത്ര്യത്തിൻ്റെ ആ സമരം നടക്കുന്ന കാലത്ത് കൊലപാതകം നടത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഇവർക്ക് ഇന്നും നിലയുള്ളതല്ല. പിന്നെ ജാമ്യതൊക്കെ അറിയാലോ, മറ്റേ എന്താണ് ബിന്ദു മർവാനോ, അസ്മാ ബിന്ദു മർവാൻ്റെ ഒക്കെ കൊലപാതകത്തെ പറ്റി അറിയാലോ. അപ്പം ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ചരിത്രത്തിലും ഹദീസിലും ഖുർആനിലും ഒക്കെ ന്യായമായ പ്രമാണമുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ച് സ്വർഗത്തിലെത്തി കടന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതി എന്ന നിലയ്ക്ക് ഒരു ചിന്താഗതി ഈ യുവാക്കളുടെ മനസ്സിൽ ഇവർ കുത്തിവെക്കുകയാണ്. അവർ മറ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത വിധത്തിൽ ഇതിനു വേണ്ടി മാത്രം ഷഹീദാകാൻ പോവുകയാണ്. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പാലക്കാട്ടു നിന്നും അങ്ങനെ പല സ്ഥലത്തു നിന്നും കുറേ ആളുകൾ പോയില്ലേ, അഫ്ഗാനിസ്ഥാനിലും യമനിലും സിറിയയിലൊക്കെ. അവരൊക്കെ പ്രേരിപ്പിക്കുന്നത് ഈ ഖുർആനും മതഗ്രന്ഥങ്ങളുമാണ്. നേരെ ഇത് പഠിച്ചാൽ മതി, വേറെ ഒരു വ്യാഖ്യാനവും ആവശ്യമില്ല. അപ്പുറം വ്യാഖ്യാതാക്കൾ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റുമായിട്ട് അത് ബന്ധപ്പെടുന്നില്ല. അത് അവർക്ക് വ്യാഖ്യാതാവിന് എന്തും പറയാം. പക്ഷേ ടെസ്റ്റിൽ എന്താണുള്ളതെന്ന് പറയാൻ ഈ അറബി പഠിക്കുമ്പോഴത്തേന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു നല്ല മുസ്ലിം ആവണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പുറപ്പെടുന്നത്. അതുകൊണ്ട് ശക്തമായ മതവിരുദ്ധ പ്രചരണം അനിവാര്യമായിരിക്കുന്നു. ഇസ്ലാം മത പ്രചരണം വിശേഷിച്ചും അനിവാര്യമായിരിക്കുന്നു. മറ്റു മതങ്ങൾ ഇത്രയധികം അപകടകരമായി വേറെ ഒരു മതവുമില്ല. ഇസ്ലാം മതം. യുക്തിവാദികൾ പറയുമ്പോൾ യുക്തിവാദത്തെ വളർത്താനാണെന്ന് പറയും. എന്നാൽ മുഹിദ്ദീൻ ഷാ ഖാദിരി എന്ന പേരിൽ ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതുകയും വിവിധ വിഷയങ്ങളിൽ അപ്പപ്പോൾ പോസ്റ്റുകൾ എഴുതി പ്രതികരിക്കുകയും ചെയ്യുന്ന
റഷീദ് വൈദ്യരാണ് അടുത്ത പ്രതികരണത്തിനുള്ളത്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഫ്രാൻസില് അധ്യാപകന്റെ തലയറുത്തു കൊന്ന സംഭവം ആഗോളതലത്തിൽ തന്നെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കണം. സമാധാനത്തിന് വലിയ തരത്തിലുള്ള ഭംഗം അത് വരുത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സംഭവം. അധ്യാപകൻ്റെ തലയറുക്കുന്നു. അധ്യാപകൻ്റെ തലയറുക്കാൻ കാരണമായത് അവിടെയുള്ള ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാഗസിനിൽ വന്ന ചിത്രങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ പ്രദർശിപ്പിച്ചതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അതാണ് അധ്യാപകൻ അവിടെ പഠിപ്പിച്ചിരുന്നത്. ഈ സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി അധ്യാപകൻ്റെ കഴുത്തറക്കുകയും അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അഥവാ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനും അതുമായി ബന്ധപ്പെട്ട ജനാധിപത്യത്തിനും സ്വതന്ത്ര സമൂഹത്തിനൊക്കെ വെല്ലുവിളിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിൽ. ഫ്രാൻസ് എന്ന് പറയുന്നത് ലോകത്തിന് വെളിച്ചം നൽകിയ രാജ്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ. ഫ്രഞ്ച് വിപ്ലവമാണ് ഇന്ന് നാം ആധുനിക ലോകത്ത് കാണുന്ന സർവ്വ മൂല്യങ്ങൾക്കും അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ആ നാടാണ് ഈ ഫ്രാൻസ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിലേക്കും അടിമത്ത വിരുദ്ധ വ്യവസ്ഥയിലേക്കും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളിലേക്കൊക്കെ നയിച്ചത് ഈ ഫ്രഞ്ച് വിപ്ലവമാണ്. അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ആ നാട്ടിലാണ് അത് പഠിപ്പിക്കുന്നത്. കാരണം ആ നാട് ഫ്രാൻസ് അവർ ഉയർത്തിയ ഈ വിപ്ലവത്തെ കാത്തുരക്ഷിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവുമായിട്ടാണ് ഓരോ പ്രവാചകന്മാർ അല്ലെങ്കിൽ ആ ഒരു നബി വരുന്നത്. ആ നബി എങ്ങനെയാണ് ഈ ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വേണമെങ്കിൽ ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാവുന്ന തരത്തിലാണ് ഈ പറയുന്ന കഴുത്തറക്കൽ വിഷയം വികസിച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളും ഫ്രാൻസിനെതിരായിട്ടുള്ള ബഹിഷ്കരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസ് തുർക്കി അതുപോലെ തന്നെ പാകിസ്ഥാൻ പോലുള്ള ചില സഖ്യകക്ഷികളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ സംഭവിച്ചേക്കാം. ഈ ഒരു സംഭവം ഇതുപോലുള്ള പല സംഭവങ്ങളും പല രാജ്യങ്ങളിലും ആവർത്തിക്കുമ്പോൾ അവിടെയൊക്കെ ഇത്തരം ക്രിമിനൽ എലമെൻസുകളെ അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പുറമേ നിന്നുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിലുള്ള സമാധാനത്തിന് പോലും ഇതെല്ലാം വിഘ്നം ഉണ്ടാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ശാന്തിക്ക് വേണ്ടി വന്നിട്ടുള്ള ഈ പ്രവാചകന്മാർ എന്തുകൊണ്ട് ഇതുപോലുള്ള ആളുകളുടെ കൈകൾ കൊണ്ട് ലോക സമാധാനത്തിന് വലിയ വിലങ്ങുതടിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് വളരെ ആലോചിക്കേണ്ട വിഷയമാണത്. അതിൻ്റെ കാരണം ഇവർ നബിയെ പിന്തുടരുന്നു എന്നുള്ളതാണ്. നബിയെയാണ് പിന്തുടരുന്നത്. ഇവർ റിസാലത്തിനെ അഥവാ റസൂലിനെ ദിവ്യ സന്ദേശത്തിനല്ല പിന്തുടരുന്നത്. ഇവർ പിന്തുടരുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആ കാലഘട്ടത്തിൽ മറ്റുള്ള എല്ലാവരും പോലെ. ഇപ്പം നബി ജീവിച്ച പോലെ തന്നെയാണ് അന്ന് മറ്റുള്ള എല്ലാവരും ജീവിച്ചത്. ആ രീതി തന്നെയാണ് അവർ പല്ല് കഴിച്ചത്, ആ രീതി തന്നെയാണ് അവർ ഇരുന്നത്, ആ രീതി തന്നെയാണ് അവർ ഭക്ഷണം കഴിച്ച് അതേ ഭക്ഷണം കഴിച്ച് അതേ വസ്ത്രമാണ് ധരിച്ചത്. ചെറിയ ചില്ലറ വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇപ്പം അബൂ ജഹൽ എന്ന് പറയുന്ന അബുൽ ഹക്കമായാലും മുഹമ്മദ് നബി ആയിക്കഴിഞ്ഞാലും അബൂ സുഫിയാൻ ആയിക്കഴിഞ്ഞാലും അവരുടെയൊക്കെ ജീവിത രീതി മുന്നൊന്നാണ്, ശേഷം ഒന്നാണ്, ഖദീജാബിയുടെ മുന്നൊന്നാണ്, പിന്നൊന്നാണ്, എല്ലാം ഒന്നാണ്. അതിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവർ ആ റിസാലത്തിൻ്റെ ആ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ അവരുടെ മാനസികമായ തലത്തിലുള്ള അവരുടെ ചിന്താതലം വികസിക്കുമെന്ന് മാത്രമാണ്. പക്ഷേ ഇവരുടെ വസ്ത്രങ്ങളെയും ഭക്ഷണങ്ങളെയും വേഷങ്ങളെയും ഭാഷകളെയും ഒക്കെ നോക്കുന്ന ആളുകൾ അവരുടെ ചിന്താതലത്തിന് അഥവാ റിസാലത്തിനെ അവർ ഉൾക്കൊള്ളുന്നില്ല, അഥവാ റസൂലിനെ പിന്തുടരുന്നില്ല. അവർ നബിയെ പിന്തുടരുന്നത്. ഈ നബിയെ വിമർശിക്കുന്നത് ഇവർ എഴുതി വെച്ചുള്ള കഥകൾ അനുസരിച്ച് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതാണോ ദൈവിക സന്ദേശം? അത് റിസാലത്താണ്, അതിനെ പിന്തുടരുന്നില്ല. മറിച്ച് ഓരോ നബിമാരെ ഉണ്ടാക്കുകയും ആ നബി ഗുണ്ടകളായി മാറുകയും നബിക്ക് വേണ്ടി അടിക്കാനും കുത്താനും ഇതാരാ അവരോട് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ വളരെ വിലക്ഷണമായി പോയ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ, അതും ഈ റിസാലത്തിൻ്റെ പേര് റിസാലത്തിനെ അവഗണിച്ചുകൊണ്ട് നബിയുടെ ആളുകളായിക്കൊണ്ട് നടക്കുന്ന സാമുദായിക വർഗീയ ക്രിമിനൽ സംഘങ്ങളായി മാറുകയാണ് പലരും.
അതിനു വേണ്ടി കൊണ്ട് ഹദീസുകൾ, ഈ നബിയെ സൃഷ്ടിക്കുന്നത് ഹദീസുകളാണ്. റിസാലത്ത് വളരെ സിമ്പിളാണ്, അത് വളരെ സിമ്പിളാണ്, അതെല്ലാവർക്കും ഒന്നാണ്. പക്ഷെ നബി എല്ലാവർക്കും വേറെ വേറെ. യേശു ഈസാ നബി വേറെയാണ്, മൂസാ നബി വേറെ, മുഹമ്മദ് നബി വേറെയാണ്, ഇബ്രാഹിം നബി വേറെയാണ്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞ റിസാലത്ത് ഒന്നാണ്. പക്ഷെ ആ റിസാലത്ത് എന്താണെന്ന് നോക്കാൻ ഇവർ തയ്യാറില്ല. കാരണം ഇവർക്ക് വേണ്ടത് ഇതിൻ്റെ പേരിലുള്ള ഇവരുടെ വ്യക്തിപരമായ ആ താല്പര്യങ്ങൾ, ആ സാഹചര്യങ്ങളെ, പ്രവാചകന്മാരുടെ വ്യക്തിപരമായ ആ സാഹചര്യങ്ങൾ എടുത്തുകൊണ്ട് വലുതാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രാദേശികവും ഭാഷാപരവും ആചാര അനുഷ്ഠാനപരവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൾട്ടുകൾ രൂപീകരിച്ചുകൊണ്ട് അതാണ് ദൈവികത എന്ന് സ്ഥാപിക്കാനാണ് എല്ലാ കാലത്തും പൗരോഹിത്യം ശ്രമിച്ചിട്ടുള്ളത്. റസൂലിനെ ആർക്കെങ്കിലും വിമർശിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ റസൂലിനെ വിമർശിച്ചോട്ടെ. റസൂലിനെ വിമർശിച്ചാൽ പ്രശ്നമല്ല. റസൂല് റിസാലത്ത് എന്ന് പറയുന്ന ആ ദിവ്യ സന്ദേശമല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സന്ദേശം, അതിനെ വിമർശിക്കട്ടെ. അതിനെ വിമർശിക്കാൻ കഴിയുന്ന അത്രയും വിമർശിച്ചോട്ടെ. എന്താ പ്രശ്നമുള്ളത്? ആർക്കാ പ്രശ്നമുള്ള? ഒരു പ്രശ്നവുമില്ല. കാരണം അതിനെ വിമർശിക്കണമെങ്കിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള അറിവ് വേണ്ടേ? അതിനാവശ്യമായിട്ടുള്ള അറിവ് വേണം. അതേസമയം അതിനെ വിമർശിക്കുമ്പോൾ ആ വിമർശകരോട് അതേ സംബന്ധിച്ച് വിവരിക്കാനും വിശദീകരിക്കാനും കഴിവുള്ള ആളുകളുണ്ടാവും അത്തരം സമൂഹങ്ങളിൽ. റിസാലത്തിനെ ഉൾക്കൊണ്ട സമൂഹങ്ങളിൽ, റസൂലിനെ ഉൾക്കൊണ്ട സമൂഹങ്ങളിൽ അത്തരം ആളുകളുണ്ടാവും. ഈ ഖുർആൻ പോലും പറയുന്നത് റസൂലിനെ പിന്തുടരണ, നബിയെ പിന്തുടരണ ആരാ പറഞ്ഞത്? അപ്പോൾ നബിയെ പിന്തുടർന്നുകൊണ്ട് റസൂലിനെ, റിസാലത്തിനെ ഒഴിവാക്കി അവഗണിച്ച് നബിയെ പിന്തുടരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ, ഇപ്പോൾ മുഹമ്മദ് നബി ആണെങ്കിൽ അറേബ്യയിലെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിലെ രീതികൾ ഏതൊക്കെയെന്ന് വെച്ച് കഥകളാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ കഥകൾ മെനഞ്ഞുകൊണ്ട് അത് സത്യമാണ് ധരിക്കുക. എങ്ങനെയാണ് ഇവരെ ഒരു ചിത്രം കാണിച്ചാൽ അത് മുഹമ്മദ് നബി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കഴുത്തറക്കാൻ പോകുന്നത്? എങ്ങനെയാണ്? അപ്പം ആരെങ്കിലും ഒരു ചിത്രം കാണിച്ചു ഇത് വൈദ്യരാണെന്ന് പറഞ്ഞു വിചാരിക്കുക, എന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, അപ്പോൾ ഇത് വൈദ്യരാണെന്ന് പറഞ്ഞാൽ എൻ്റെ അനുയായികൾ അതിൻ്റെ പിന്നാലെ പോയി, എനിക്ക് അനുയായികളൊന്നുമില്ല, ഉണ്ടെങ്കിൽ പോവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ദുരിതം, അതിലും വലിയ ദുരിതം എന്നെ സംഭവിക്കാണ്ടോ? കാരണം അത് ഞാനല്ല, എൻ്റെ ആശയമല്ല. ഏതോ ഒരു ഫോട്ടോ വരച്ചിട്ട് പറഞ്ഞിക്കാരോട് എന്താണ് വൈദ്യര്, എന്താ വൈദ്യര് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ അവരതിന് പിന്നാലെ പോവുകയാണ്. ഞാനും ഇവരും തമ്മിൽ എന്താ ബന്ധം? എൻ്റെ ഫോട്ടോ അല്ല, എൻ്റെ ആശയമല്ല, എനിക്ക് ഒരു ബന്ധമില്ല അവരായിട്ട്. എന്നിട്ട് അവർ പറയുന്നത് വൈദ്യരുടെ ആളുകളാണ്. അതേപോലെയാണ് ഈ നബിവാദികൾ റസൂലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, ക്രിമിനലൈസ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി, അതിൽ വളരെ വളരെ ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. പ്രത്യേക വഹാബികൾ, മൗദൂദികൾ തുടങ്ങിയ ആ തരത്തിലുള്ള ആശയങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെയും പിന്തുടരുന്നത് ആരെയാണ്? ഇവരൊക്കെയും ഏതോ നബിയെ. അത് നബിയെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സംസ്കാരമാണ്. ആ സംസ്കാരം ഈ മുഹമ്മദ് നബിക്ക് റസൂൽ മാത്രമല്ല ഉള്ളത്, ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരുടെ മുഴുവൻ സംസ്കാരമാണ്. ആ സംസ്കാരത്തിനെയാണ് ഇവർ പിന്തുടരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അക്രമികളായി മാറാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഇവർ പറയുന്ന കഥകൾക്ക് എന്താണ് ഈ ഒരു സത്യതയുള്ളത്? ഇപ്പോൾ മുഹമ്മദ് നബിയുടെ പേരിൽ ഇവർ പറയുന്നത് ഹദീസുകളാണ്. വിമർശകരും പറയുന്നത് ഹദീസുകൾ തന്നെ. വിമർശകർക്ക് ഈ ഹദീസ് കഥകൾ 6 വയസ്സിൽ കെട്ടി 18 പെണ്ണുങ്ങളുണ്ടായിരുന്നു, അത്രയും അടിമ സ്ത്രീകളുണ്ടായിരുന്നു, ഇത്രയും ശരീരം ആശയ സമയത്ത് നൽകിയിരുന്ന ആളുകളുണ്ടായിരുന്നു, ഇത്രയും വെട്ട് ഇത്രയും കുത്ത്, ഈ കഥകളൊക്കെ എവിടെ നിന്നാണ്? ഈ കഥകളൊക്കെ ഇതേപോലെ ഒരു ഭാവനയിലും മറ്റുമൊക്കെ ആയിട്ട് നബിയെ പിന്തുടരാൻ വേണ്ടി ഉണ്ടാക്കിയതാ. നബിയെ പിന്തുടർന്ന് പിഴച്ചുപോയ വിഭാഗങ്ങളാണ് ഇവർ. പക്ഷേ അവർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പേരിൽ തന്നെ ഭിന്നിക്കുന്നു, അടിക്കുന്നു, തല്ലുന്നു, കുത്തുന്നു. ഏത് മുസ്ലിങ്ങൾ? റസൂലിനെ പിന്തുടരാതെ എങ്ങനെ മുസ്ലിം ആവുക? അപ്പോൾ ഈ രീതിയിലുള്ള ആളുകളിൽ നിന്ന് ഈ റിസാലത്തിനും ദൈവത്തിനും അവൻ്റെ പ്രവാചകന്മാർക്കും ദൂതന്മാർക്കും ഒക്കെ എതിരായിട്ടുള്ള പ്രവൃത്തികൾ ഇവരിന്ന് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. ആ സ്വാഭാവികമായിട്ടുള്ള സംഭവത്തിനെ ആ രീതിയിൽ തന്നെ ആളുകൾ കാണുകയും ആ രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം, ഇപ്പോൾ ഹദീസുകളെ പറയുകയാണെങ്കിൽ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് കച്ചവടത്തിലുള്ള അവരുടെ മുഹമ്മദ് നബിയുടെ കച്ചവടത്തിലുള്ള അവരുടെ അതിൻ്റെ അത് ഖദീജ ബീവിയായിരുന്നു. അതിന് മുന്നേ ആ നാട്ടുകാരി എന്നുള്ള രീതിയിൽ ഇവർ അറിയുന്നതാണ്. പ്രത്യേകിച്ച് ഖദീജ ബീവിനെ മുഹമ്മദ് നബിക്കും അറിയായിരുന്നു. കാരണം അവർ ഒരു പ്രാമാണിക ഇതുള്ള സ്ത്രീയായിരുന്നു. മക്കയിൽ അവരുടെ ആ ഗോത്രത്തിൽ തന്നെ, ഖുറൈശി ഗോത്രത്തിൽ തന്നെ അവർ വളരെയധികം പ്രാമാണികതയുള്ളൊരു സ്ത്രീയായിരുന്നു.
മുഹമ്മദ് നബിയായിട്ട് ജീവിച്ചു. അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. മുഹമ്മദ് നബിയുടെ മക്കളുടെ ഉമ്മയായിരുന്നു. മക്ക കാലഘട്ടത്തിൽ അവരുടെ മുഹമ്മദ് നബിയുടെ പ്രബോധന കാലഘട്ടത്തിൽ വേറെ വിവാഹമൊന്നും കഴിച്ചില്ല, ഒറ്റ ഭാര്യയായിരുന്നു. പക്ഷേ ഇവരിൽ നിന്ന് പറഞ്ഞ് മറ്റുള്ള ആളുകൾ കേട്ട് വന്ന് പകർത്തിയ ഒരു ഹദീസ് പോലും ഈ നബിയെ പിന്തുടർന്നവരുടെ മുന്നിലില്ല. നബിവാദികളുടെ മുന്നിൽ ഖദീജ ബീവിയിൽ നിന്ന് അവർ പറഞ്ഞതായിട്ട്, അവർ മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞതായിട്ട് വന്ന ഒരു ഹദീസുകൾ പോലും ഇല്ലാനുള്ള സത്യം. പച്ച നോണല്ലേ ഈ ഹദീസുകളിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അത്. കാരണം ഒരു ഹദീസെങ്കിലും, കാരണം പലരും വിചാരിക്കുന്നത് മുഹമ്മദ് നബി മരിച്ചപ്പോൾ ഉടനെ മേടിച്ച് എഴുതി വെച്ച ഹദീസ് എന്ന്, അങ്ങനെ ഒന്നല്ല. മുഹമ്മദ് നബിയുടെ മരണശേഷം 200ഓളം വർഷങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടക്ക് പല രീതിയിൽ അദ്ദേഹവുമായി സഹവസിച്ചിട്ടുള്ള ആളുകളുമായി സഹവസിച്ചവരിൽ നിന്നും അവരുമായി സഹവസിച്ചവരിൽ നിന്നും അവരോട് സഹവസിച്ചവരിൽ നിന്നും അങ്ങനെ സഹവസിച്ചവരിൽ നിന്നും അവസാനം ബുഖാരിയോ അതുപോലുള്ള എഴുത്തുകാരും അതുപോലുള്ള കഥാകാരന്മാരൊക്കെ എത്തുമ്പോൾ ആരൊക്കെ ഉണ്ട് പറഞ്ഞതും കേട്ടതൊക്കെ ആയിട്ടുള്ള ആളുകൾ, നുണക്കഥകളും നേരുകഥകളും പറഞ്ഞിട്ടുള്ള ആളുകൾ, അവരിൽ നിന്ന് പകർത്തിയതാണിത് ഈ ഹദീസ്. അത് വെച്ചിട്ടാണ് ഇവർ നബിനെ, ആ ഹദീസ് ഈ നബിനെ വിമർശിക്കാനുള്ള എല്ലാ ആയുധങ്ങളും കൊടുക്കുന്ന നബിവാദികളാണ്. അത് മറ്റൊരു തിരിച്ചു പറയുമ്പോൾ അത് ശരിയല്ല, ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല. ആ അറേബ്യൻ 1400 വർഷത്തെ മുന്നത്തെ സംസ്കാരം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കണ്ട, അത് മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആര് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴുത്തറക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇവരെക്കാളും വളരെ ഏതെങ്കിലും തരത്തിൽ ഇതിനേക്കാളും മുഴുവൻ അധപ്പതിക്കാൻ ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ ബുദ്ധിപരമായിട്ട്? എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ റസൂലിനും പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അവർ പറയും ഞാൻ സുന്നിയാണ്, ഞാൻ വഹാബിയാണ്, ഞാൻ സലഫിയാണ്, ഞാൻ മൗദൂദിയാണ്, ഞാൻ ജമാഅത്താണ്, ഞാൻ സമസ്തയാണ്, ഈക്കയാണ്, AP ആണ് ഒന്നൊക്കെ പറയും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ ഉടനെ പറയും മുസ്ലിമാണെന്ന്. ഒരു വെളിച്ചമില്ല, ഒരു വെളിവില്ല, വെളിപാടുമില്ല. ഇത്തരം ആളുകൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, അവർ റിസാലത്തിന്, ദീനുൽ ഇസ്ലാമിന്, ദൈവികമായ സന്ദേശങ്ങൾക്ക് ഒക്കെ കടുത്ത എതിരുമാണ്, അതിനെതിരെ വിലങ്ങനെ നിൽക്കുന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരിക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ, ഇത്തരം വാചകങ്ങൾ ഇസ്ലാമിക സമൂഹം ചിന്തിക്കണം. അതിന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരണം. കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ നിങ്ങളവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ഇസ്ലാം മതം സ്വീകരിക്കുന്നതുവരെ നിങ്ങളവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ അടുത്തു താമസിക്കുന്ന അമുസ്ലിമീങ്ങളോട് നിങ്ങൾ പരുഷമായി പെരുമാറണമെന്നും നിങ്ങളിലെ കർക്കശവും രൂക്ഷതയും അവർ കാണട്ടെ എന്നും പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? അമുസ്ലിമീങ്ങളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? അമുസ്ലിമീങ്ങളെ കണ്ടാൽ കണ്ടിടത്ത് വെച്ചു കഴുത്ത് വെട്ടിക്കൊല്ലാൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ഇത്തരം വാചകങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി ലഭിച്ചേ തീരൂ, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. ഏത് തരത്തിലുള്ള വിമർശനങ്ങൾക്കും നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് അസഹിഷ്ണുതയും വെറുപ്പുമല്ല, മറിച്ച് ഇതിനുള്ള മറുപടിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകേണ്ടത്. ചോര കൊണ്ട് എത്ര നാൾ നിങ്ങൾ വെട്ടിയും കുത്തിയും കഴുത്തു വെട്ടിയും പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഭ്രഷ്ട് കൽപ്പിച്ചും എത്ര കാലം ഈ മതത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും? അപ്പോൾ നിങ്ങൾ കൊന്നിട്ട് വന്നോളൂ, പൂമാലയിട്ട് സ്വീകരിക്കാൻ ഹാരമുണ്ടാക്കി കാത്തിരിക്കുന്ന ഒരു രക്ഷിതാവിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ രക്ഷിതാവ് വിചാരിച്ചെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കാരുണ്യം ഇട്ടുകൊടുത്താൽ പോരെ? ഈ മതത്തിന്റെ സമാധാനം ഇട്ടുകൊടുത്താൽ പോരെ? സമാധാന മതത്തിന്റെ സന്ദേശം ഇട്ടുകൊടുത്താൽ പോരെ? മറിച്ച് ഇങ്ങനെ കൊല്ലണമെങ്കിൽ എന്താണ് ഈ റബ്ബിന്റെ കഴിവ്? ഈ റബ്ബ് എന്താണ് അമുസ്ലിമീങ്ങളെ കുറിച്ച് കാണുന്നത്? ഇതാണ് ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.